In this section, we can check applications of some commercially important synthetic polymers. So first member is polyparaphenylene terephthalamide, and it is basically known as Kevlar. That is, the brand name is Kevlar, prepared by DuPont company. So what is that? Polyparaphenylene terephthalamide. It is an aromatic polyamide. ഒരു aromatic polyamide ആണ്. എന്താണ് amide group എന്ന് പറഞ്ഞാൽ? That contains CONH. CONH linkage ഉള്ളവരെയാണല്ലേ നമ്മൾ amides എന്ന് പറയുന്നത്. So this polymer contain many CONH groups. So it's a polyamide. സോ ഒരു അമൈഡ് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ എന്തൊക്കെയായിരിക്കണം? കണ്ടൻസേഷൻ നടക്കുമ്പോഴാണ് അല്ലേ? ഒരു COOH ഗ്രൂപ്പും NH2 ഗ്രൂപ്പും കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയിട്ടാണ് നമുക്ക് അമൈഡ് ഫോം ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ COH ഉള്ള ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടായിരിക്കും, NH2 ഉള്ളത്. അത് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി അമൈഡ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസിൽ നമ്മൾ COOHന് പകരം നമ്മൾ COCl ആണ് ഉപയോഗിക്കുന്നത്. COCl എന്ന് പറഞ്ഞാൽ അസൈൽ ക്ലോറൈഡ് ഗ്രൂപ്പാണ് COCl. അത് NH2 ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ HCl ആണ് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് CONH എന്നുള്ള ബോണ്ട് ഉണ്ടാവുന്നത്. സോ ഇവിടെ കെവ്ലാറിൽ ദാറ്റ് ഫോംഡ് ബൈ ദി പോളി കണ്ടൻസേഷൻ ബിറ്റ്വീൻ ടു മോണോമേഴ്സ്, രണ്ട് മോണോമേഴ്സ് ഉണ്ട്. ആൻഡ് ദേ ആർ പാരാഫിനൈലിൻ ഡയമീൻ. ഇതാണ് പാരാ. അനിലിൻ അറിയാമല്ലേ നമുക്ക്? അതിൻ്റെ പാരാ പൊസിഷനിൽ വേറൊരു NH2 ഗ്രൂപ്പ് വരുന്നു. ഇതിനെയാണ് നമ്മൾ പാരാഫിനൈലിൻ ഡയമീൻ എന്ന് പറയുന്നത്. That is one of the monomer, and it condenses with the ടെറേതാലോലൈൽ ക്ലോറൈഡ്. താലിക് ആസിഡ് നമുക്കറിയാമല്ലേ മക്കളെ? എന്തായിരുന്നു? COOH. ടെറേതാലിക് ആസിഡ് COOH അല്ലേ? പാരാ പൊസിഷനിലുള്ളതിനെയാണ് നമ്മൾ ടെറേതാലിക് ആസിഡ് എന്ന് പറയുന്നത്. അതിലെ OH ഗ്രൂപ്പ് മാറ്റി Cl ഗ്രൂപ്പ് ക്ലോറൈഡ് വരുമ്പോഴാണ് അതിനെ ടെറേതാലോലൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടും കണ്ടൻസ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഒരു എച്ചും ഇവിടുന്ന് ഒരു CLും കണ്ടൻസേഷൻ റിയാക്ഷൻ വഴി നഷ്ടപ്പെടും. എന്നിട്ട് CONH എന്നുള്ള ലിങ്കേജ് ഉണ്ടാവുന്നു. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദ പോളിഅമൈഡ്. CO ആൻഡ് ബെൻസൈൻ റിംഗ്, അതിൻ്റെ പാരാ പൊസിഷനിൽ CO ആൻഡ് അതായത് ഈ മോളിക്യൂൾ അല്ലേ. ദെൻ ഇതുമായിട്ട് കണ്ടൻസ് ചെയ്യുമ്പോൾ CONH, ദെൻ ഇത് ഈ മോളിക്യൂൾ അതിൻ്റെ പാരാ പൊസിഷൻ, ദെൻ അടുത്തതുമായിട്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടൻസ് ചെയ്തിട്ട് പോളിമറൈസേഷൻ നടന്ന് കിട്ടുന്ന ഈ പ്രോഡക്റ്റിനെയാണ് എന്ന് പറയുന്നത് കെവ്ലാർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി പോളി കണ്ടൻസേഷൻ ബിറ്റ്വീൻ പാരാഫിനൈലിൻ ഡയമീൻ ആൻഡ് ടെറേതാലോലൈൽ ക്ലോറൈഡ് CONH. സോ ഇറ്റ്സ് എ polyamide. Amide ആണ്. And you know, this fiber, it's look like a fiber, and this fiber can be woven into the form of fabrics and sheet form. So we can make that Kevlar into fabric forms or sheet form. And it have high tensile strength, that is about 5 times of that of steel. സ്റ്റീലിനേക്കാൾ കൂടുതൽ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ that is usually used for the preparation for building bullet proof vest. bullet proof ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതിന് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നു. ഹെൽമെറ്റ്, മിലിറ്ററി ഹെൽമെറ്റിൻ്റെ പ്രിപ്പറേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർ ഫയർ പ്രൂഫ് ഗാർമെൻറ്റ്സ് ആൻഡ് വെസ്റ്റ് ഫോർ ബുള്ളറ്റ് റൈഡേഴ്സ് ആൻഡ് സൈക്ലിസ്റ്റ്. ബുള്ളറ്റ് റൈഡേഴ്സ് ആൻഡ് സൈക്ലിസ്റ്റിന് അവരുടെയൊക്കെ വെസ്റ്റ് ഡ്രസ്സിൻ്റെയൊക്കെ സിന്തസൈസ് ചെയ്യാണ് ദാറ്റ് ബുള്ളറ്റ് Kevlar യൂസ് ചെയ്യുന്നത് because of its high tensile strength. And it is also used for to make gloves, jacket, caps. Gloves ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. And is also used for the inner lining for bicycle tires. bicycle ടയേഴ്സിൻ്റെ ഇന്നർ ലൈനറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് പഞ്ചറൊക്കെ കുറയ്ക്കാൻ അത് സഹായിക്കും. Then it has some acoustic properties. സൗണ്ട് ഉണ്ടാക്കുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. So it is used in the manufacture of മാർച്ചിങ് ഡ്രംസിൻ്റെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബോസ് ഓഫ് സ്ട്രിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, സ്ട്രിംഗ്ഡ് ഇൻസ്ട്രുമെൻസിൻ്റെ ഒക്കെ ബോസ് ആയിട്ടൊക്കെ നമ്മൾ കെവ്ലാർ യൂസ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് കെവ്ലാർ?
polyparaphenylene terephthalamide formed by the condensation between paraphenylene diamine and terephthalonyl chloride. അതിൻ്റെ സ്ട്രക്ചർ പഠിച്ചു വയ്ക്കൂ. പാര പൊസിഷനിലാണ് ഇങ്ങനെ ലിങ്കേജ് വരുന്നത്. CONH അമൈഡ് ആണ്, ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യൂ. Next synthetic polymer is Nomex. It is polymetaphenylene isothalamide. We already discussed Kevlar. What is Kevlar? Polyparaphenylene terephthalamide. This metaphenylene isothalamide. It is also an aromatic polyamide. ഒരു polyamide ആണ്. എന്താ polyamide? CONH linkage ഉള്ള ഒരു polymer ആണ്. It is also formed by the polycondensation between two monomers and they are metaphenylene diamine. നേരത്തെ നമ്മൾ പഠിച്ചു പാരാഫിനൈലിൻ ഡയമീൻ, അതായത് അമീൻ ഗ്രൂപ്പ് പാരാ പൊസിഷനിലുള്ളതിനെയാണ് നമ്മൾ പാരാഫിനൈലിൻ ഡയമീൻ എന്ന് പറയുന്നത്. ഇവിടെയുള്ള ആൾ മെറ്റാഫിനൈൽ, നോക്കൂ, ഓർത്തോ മെറ്റാ പാര. അപ്പം മെറ്റയിൽ അമൈനോ ഗ്രൂപ്പ് വരുന്നതാണ് മെറ്റാഫിനൈലിൻ ഡയമീൻ. ആൻഡ് ദ അതർ വൺ ഈസ് ഐസോതാലോലൈൽ ക്ലോറൈഡ്. കെവ്ലാറിൻ്റെ കേസിൽ ഏതായിരുന്നു? ടെറിതാലോലൈൽ ക്ലോറൈഡ്. താലോലൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ COCl ഓർത്തോലാവുമ്പോൾ അതിനെ താലോലൈൽ ക്ലോറൈഡ് വരും. മെറ്റയിൽ വരുമ്പോൾ ഐസോതാലോലൈൽ ക്ലോറൈഡ് എന്ന് പറയും. ആൻഡ് പാരയിൽ അല്ലെങ്കിൽ ടെറേതാലോയിൽ ക്ലോറൈഡ് എന്ന് പറയും. So the monomers are metaphenylene diamine and isothalloyl chloride. രണ്ടും മെറ്റാ പൊസിഷനിലാണ്. അപ്പോൾ ഇനി നോക്കൂ, ഇവിടുന്ന് ഒരു എച്ചും ഇവിടെ ഒരു CLും കണ്ടൻസ് ചെയ്യും. വി ഹാവ് NHCO. ഇത് നോക്കൂ, NH, ഇതും NH ആവില്ല. NHCO, ദെൻ ബെൻസീൻ്റെ CO. നേരത്തെ കേസിൽ നോക്കൂ, പാരയിലായിരുന്നു. ഇവിടെ മെറ്റ, ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ടേംഡ് ആസ് Nomex. And this Nomex is also in the fiber form and it can be made into fabrics or sheet form. And it have excellent heat and flame resistance properties. നല്ല heat and flame resistance ആണ്. അതുകൊണ്ട് തന്നെ it is widely used in the jackets of firefighters, military pilots, military tank drivers, car drivers. അവരുടെയൊക്കെ ജാക്കറ്റ് ഡ്രസ്സിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ദർ ഈസ് ഫയർ ഫൈറ്റേഴ്സ് മാസ്ക്, അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹീറ്റ് റെസിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സർക്യൂട്ട് ബോർഡ്സ്, ട്രാൻസ്ഫോമർ കോഴ്സ്, മോട്ടോഴ്സ് ആൻഡ് ജനറേറ്റേഴ്സ്. ഇറ്റ്സ് ഓൾസോ യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ആസ്ബസ്റ്റോസ്. And it is very strong and light. That is why it's used in helicopter blades and airplane tail fins. അപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ ബ്ലേഡിലൊക്കെ നല്ല സ്ട്രോങ് ആണ്, ബട്ട് ഇറ്റ് ഈസ് വെരി ലൈറ്റ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹെലികോപ്റ്റർ ബ്ലേഡ്സ്. ആൻഡ് സിൻസ് ഇറ്റ് ഹാസ് സം അക്വസ്റ്റിക് പ്രോപ്പർട്ടീസ്, സൗണ്ട് ജനറേറ്റ് ചെയ്യാവുന്ന പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കൺസേർട്ട് ഹാൾ കാനോപ്പീസ്. അതായത് നമ്മൾ ഈ ഓർക്കസ്ട്രയൊക്കെ നടത്തുന്ന വലിയ വലിയ മ്യൂസിക് ഹാളൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ അതിൽ ഈ നോമെക്സ് യൂസ് ചെയ്യുന്നുണ്ട്, അക്വസ്റ്റിക് പ്രോപ്പർട്ടീസ് കാരണം. അതുപോലെ ലൗഡ് സ്പീക്കറിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ബി റെഡ്ലി മിക്സ് വിത്ത് കെവ്ലോർ. 60% കെവ്ലോറായിട്ട് മിക്സ് ചെയ്താൽ സച്ച് പോളിമർ ഹാവ് ഹൈ ടിയർ ആൻഡ് അബ്രേഷൻ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടീസ്. സോ ഇറ്റ് ക്യാൻ ഫൈൻഡ് വേരിയസ് ആപ്ലിക്കേഷൻ ഇൻ വേരിയസ് ഫീൽഡ്സ്. സോ ദാറ്റ് ഈസ് നോമെക്സ് polymetaphenylene isothalamide, Kevlar, polyparaphenylene terephthalamide. The other member is polycarbonate resins. They are commonly termed as Lexan and produced by the Sabic company. And it contains OCOO group, carbonate group, OCOO group. And it is also formed by the polycondensation between two monomer units, bisphenol A and phosgene. And this is bisphenol A. ബിസ്ഫിനോൾ നമുക്ക് OH തന്നെ ഫിനോൾ ആണല്ലേ. ദെൻ CH3 ദെൻ ഒരു ഫിനോളിൻ്റെ മറ്റൊരു ഫിനോൾ കൂടെ, ഇതിനെയാണ് നമ്മൾ ബിസ്ഫിനോൾ എ എന്ന് പറയുന്നത്. ആൻഡ് ഫോസ്ജീൻ ഈസ് COCl2, CO ഗ്രൂപ്പ്, ഇതൊരു CL, ഇതൊരു CL. ഇനി എന്താ സംഭവിക്കുന്നത്? കണ്ടൻസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് എച്ചും CLും കണ്ടൻസ് ചെയ്തു. അപ്പോൾ നോക്കൂ, OCO വരും. ഈ CLും ഈ എച്ചും പോയിട്ട് അപ്പോൾ അവിടെ ഒരു O വരും. സോ അത് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് OCOO എന്ന് പറഞ്ഞു പോകും. സോ HCl ആണ് ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് ദ പോളികാർബണേറ്റ് റെസിൻ ലെക്സാൻ.
and it is high impact resistance ആണ്. It shows high impact resistance but not scratch resistance കുറവാണ്, but high impact resistance. It is usually used in electrical insulators because of its electrical insulation property, and it is also a good heat and flame retardant. It exhibits good heat and flame retardant properties. Because of these two, it is find main applications in electrical and telecommunication hardwares. And another interesting property is it is highly transparent. ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു പോളിമർ ആണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ IVR ലെൻസസിലൊക്കെ യൂസ് ചെയ്യുന്നത് ടു പ്രൊട്ടക്റ്റ് യു വി ലൈറ്റിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് IVR ലെൻസസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓൾസോ ഇൻ സൺഗ്ലാസ് ലെൻസസ്, സേഫ്റ്റി ഗൂഗിൾസ്, നമ്മൾ സേഫ്റ്റിക്ക് ഉപയോഗിക്കുന്ന കണ്ണടകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സ്വിമ്മിങ് ഗൂഗിൾസ് ആൻഡ് സ്ക്യൂബ ഡൈവേഴ്സൊക്കെ അവരുടെ മാസ്കിലൊക്കെ അതിൻ്റെയൊക്കെ ട്രാൻസ്പാരൻറ്റ് പോർഷൻസ് ഇത് വെച്ചിട്ട് ചെയ്യാറുണ്ട്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക് ഡിസ്പ്ലേ ഓഫ് സ്ക്രീൻസ് ഓഫ് മൊബൈൽസിൻ്റെയൊക്കെ ഇലക്ട്രോണിക് ഡിസ്പ്ലേ സ്ക്രീനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് കമ്പ്യൂട്ടർ കേസസിൽ യൂസ് ചെയ്യുന്നു. ആൻഡ് CDs, DVDs, ബ്ലൂറേ ഡിസ്ക് ഒക്കെ തന്നെയാണ് ഹൈ സ്റ്റോറേജുള്ള ഡിസ്ക് ടൈപ്പാണ്. സോ ഇതിലൊക്കെ നമ്മളുടെ പോളികാർബണേറ്റ് റെസിനാണ് യൂസ് ചെയ്യുന്നത്. മോണോമേഴ്സ് ആർ ബിസ്ഫിനോൾ A and ഫോസ്ജീൻ. ഇതെല്ലാമാണ് പ്രോപ്പർട്ടി. ഹീറ്റ് റെസിസ്റ്റൻസ്, ഇമ്പാക്ട് റെസിസ്റ്റൻസ്, ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററാണ്. പത്തരം അപ്ലിക്കേഷൻസ്. ദെൻ ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് സൺഗ്ലാസ് ലെൻസസിൽ, സ്വിമ്മിങ് ഗൂഗിൾസിലൊക്കെ യൂസ് ചെയ്യുന്നു. CD, DVD, ബ്ലൂറേ ഡിസ്കിലൊക്കെ യൂസ് ചെയ്യുന്നു. The last section of this module covers the topic biodegradable polymers. Most of the polymers that we are using are non-biodegradable. That is, they cannot be degraded by microorganisms. Therefore, they cause environmental pollution. It's a serious problem that we are facing today. So, scientists all over the world are in search of new polymers that are biodegradable. At last, they succeeded and they produced biodegradable polymers. So biodegradable polymers degrade as a result of the action of microorganisms or enzymes. That is, the polymers that can be degraded by microorganism and or enzymes are termed as biodegradable polymers. Usually, in the case of some naturally occurring polymers, biodegradable, the main functional group is ester group. Okay, that ester group that can be easily hydrolyzed by esterases, that the enzymes produced by microorganisms. Microorganisms produce ചെയ്യുന്ന esterases ഈ ester group ലിങ്കേജിനെ, പോളിമറിലുള്ള ester ലിങ്കേജിനെ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് അതിനെ ഡീഗ്രേഡ് ചെയ്യാണ്. അതാണ് നാച്ചുറൽ ആയിട്ടുള്ള പോളിമേഴ്സിലുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്. ഡീഗ്രഡേഷൻ പ്രോസസ്സ് അങ്ങനെയാണ്. സോ സയൻറ്റിസ്റ്റ് അപ്പോൾ തിങ്ക് ചെയ്തു ഹൗ വി ക്യാൻ പ്രൊഡ്യൂസ് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് വിത്ത് ദിസ് ഡീഗ്രേഡിങ് എബിലിറ്റി. സോ അവരെന്ത് ചെയ്തു, എസ്റ്റർ ലിങ്കേജുള്ള ഗ്രൂപ്പ്സ് ഒക്കെ കൊടുത്തു. അപ്പോൾ അതിന് ഈസി ആയിട്ട് ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റും അല്ലേ. ആൻഡ് ദർ ആർ നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ്. Natural biodegradable polymers have the main functional group poly betahydroxyalkanoate. This is the main group in the case of natural biodegradable polymers. Poly betahydroxyalkanoate. നോക്കൂ, ഇതാണത്. OCH CS2CO then CS2X times CS3. So natural biodegradable polymers main functional group ഇതാണ്. And there are some synthetic biodegradable polymers and have many advantages over this natural biodegradable polymers. അതായത് സിന്തറ്റിക് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് ദെയർ പ്രോപ്പർട്ടീസ് ക്യാൻ ബി ട്യൂൺഡ് ഓർ ടൈലേർഡ്. നമുക്ക് ആവശ്യത്തിനുള്ള പ്രോപ്പർട്ടീസൊക്കെ നമ്മളുണ്ടാക്കുന്ന ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ദാറ്റ് മീൻസ് ദെയർ പ്രോപ്പർട്ടീസ് ക്യാൻ ബി ടൈലേർഡ് ആൻഡ് ദാറ്റ് ഹാവ് വേരിയസ് ആപ്ലിക്കേഷൻ ഇൻ ബയോമെഡിക്കൽ ഫീൽഡ്. മെഡിക്കൽ ഫീൽഡിലാണ് ഇതിന് കൂടുതലായിട്ട് ആപ്ലിക്കേഷൻസ് ഉള്ള ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സിന്.
and they usually contain hydrolytically unstable linkages. ഈ പോളിമേഴ്സ് ഉണ്ടാകുന്നത് ഓരോ ലിങ്കേജ് വഴിയാണല്ലോ, അത് ഈസിലി ഹൈഡ്രോളൈസ് ആയിട്ടുള്ള ലിങ്കേജസ് ഉള്ള പോളിമേഴ്സ് ആണ് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദേ യൂഷ്വലി കണ്ടെയ്ൻ ഗ്രൂപ്പ്സ് സച്ച് ആസ് എസ്റ്റേഴ്സ്, അൺഹൈഡ്രേറ്റ്സ്, അമൈഡ്സ് ഒക്കെ. അപ്പോൾ ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ദ പോളിമേഴ്സ് ദറ്റ് ക്യാൻ ബി ഈസിലി ഡീഗ്രേഡഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ഓർ എൻസൈംസ് ദാറ്റ് മേ ബി നാച്ചുറൽ ഓർ സിന്തറ്റിക്. സിന്തറ്റിക് ആകുമ്പോൾ വി ക്യാൻ ടൈലർ ദ പ്രോപ്പർട്ടീസ് ആൻഡ് യൂഷ്വലി ഫൗണ്ട് അപ്ലിക്കേഷൻസ് ഇൻ ബയോമെഡിക്കൽ ഫീൽഡ് ആൻഡ് ദേ യൂഷ്വലി കണ്ടെയ്ൻസ് എസ്റ്റർ ഗ്രൂപ്പ്സ് ദാറ്റ് ആർ ഈസിലി ഹൈഡ്രോളൈസബിൾ. You want to study some of the biodegradable form polymers, and the first one is polyglycolic acid, polyglycolide or PGA. It is a thermoplastic polymer and this is the simplest biodegradable polymers. It contain aliphatic polyester group. Polyester ആണിത്. എസ്റ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ COO linkage ഉള്ള ഒരു പോളിമർ ആണ്, aliphatic ആണ്. And the monomer is glycolide. Glycolide ആണ് അതിൻ്റെ മോണോമർ. ഇതാണ് glycolide. നോക്കൂ, CH2 COO CH2 COO. ഇതൊരു സൈക്ലിക് ഡൈമർ ആണ്. It's a cyclic dimer of glycolic acid. Glycolic acid is OH CH2 COH. അത് ഡൈമറൈസ് ചെയ്യും. രണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഡൈമറൈസ് ചെയ്തിട്ടാണ് ഗ്ലൈക്കോളൈഡ് ഉണ്ടാവുന്നത്. ഇവിടുന്ന് എച്ചും ഇവിടുന്ന് OHും പോവും. ഇവിടുന്ന് എച്ചും OHും പോയിട്ട് അത് ഡൈമറൈസ് ചെയ്യും. സോ വി ഹാവ് ഗ്ലൈക്കോളൈഡ് CH2 COO CH2 COO. This glycolide polymerizes in the presence of a catalyst. Antimony chloride or oxide ഹീറ്റ് നടക്കുമ്പോൾ ഇത് പോളിമറൈസ് ചെയ്യും. പോളിമറൈസ് ചെയ്തിട്ട് നോക്കൂ, ഇവിടുന്ന് തുടങ്ങാട്ട് OCH2 COO CH2 CO. ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്യുക. നിങ്ങളിനി എഴുതുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുക, എന്നിട്ട് എഴുതുക OCH2 COO CH2 CO. എന്നിട്ട് ഇങ്ങനെ ഡൈമറൈസ് ചെയ്തൊരു ലീനിയർ പോളിമർ കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് PGA, polyglycolic acid or polyglycolide. Monomer is glycolide that is formed by the dimerization of glycolic acid. And in 1962 it comes under the name Dexan and used as a suture for adsorbable suture for surgery. സർജറി ചെയ്യുമ്പോഴുള്ള സ്യൂച്ചേഴ്സ്, നമ്മൾ സ്റ്റിച്ചൊക്കെ വരുന്നില്ല, അതിൽ ത്രെഡായിട്ട് ഈ ബയോഡിഗ്രേഡബിൾ PGA യൂസ് ചെയ്തിട്ടുണ്ടോ, ഡെക്സൺ എന്ന പേരിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, അത് നാച്ചുറലി ഡീഗ്രേഡ് ചെയ്യും. ഹൈഡ്രോളൈസ് നടന്നിട്ട് നാച്ചുറലി ഡീഗ്രേഡ് ചെയ്യും. നമ്മുടെ ബോഡിയിൽ അത് ഡീഗ്രേഡ് ചെയ്ത് പോവും. ഈ ഡെക്സൺ ഒരു 50% അതിൻ്റെ സ്റ്റിഫ്നെസ് ലോസ് ചെയ്യും 2 വീക്സിൽ ആൻഡ് 100% ഇൻ 4 വീക്സ്. സോ ഇൻ 4 to 6 months ഇറ്റ് വിൽ completely degrade in the body. So sutures ആയിട്ടാണ് ഡെക്സൺ യൂസ് ചെയ്തിരുന്നത്. ആൻഡ് ഇറ്റ് ഹാവ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് പാസസ് സ്മൂത്ത്ലി ത്രൂ ടിഷ്യൂസ്. അപ്പോൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു അന്ന്. ഇറ്റ് ക്യാൻ ബി ഈസിലി ഹാൻഡിൽഡ്, ഈസിലി ടൈഡ് ഇൻ ടു നോട്ട്സ് and usually used for the sutures in abdominal and thoracic surgeriesലൊക്കെയാണ് യൂഷ്വലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ഫോർ ഇംപ്ലാന്റബിൾ ബയോമെഡിക്കൽ ഡിവൈസസ്. നമ്മളുടെ ബോഡിയിൽ ചിലപ്പോൾ ഇംപ്ലാന്റബിൾ മെറ്റീരിയൽസ് ഒക്കെ ഇടാറുണ്ട് അല്ലേ. അപ്പോൾ പിൻസും റോഡ്സും പ്ലേറ്റും ഒക്കെ അല്ലേ, നമുക്ക് ഈ സ്ക്രാച്ചേഴ്സും അതവിടെ പൊട്ടിപ്പോകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പല പ്ലേറ്റുകളും ഒക്കെ സ്ക്രൂകളൊക്കെ ഫിറ്റ് ചെയ്യാറുണ്ട് നമ്മളെ ബോഡി പാർട്സിൽ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന ഇംപ്ലാന്റബിൾ ബയോമെഡിക്കൽ ഡിവൈസസ് ഉണ്ടാക്കാനും PGA യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി പഠിച്ചു ഈ ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബയോമെഡിക്കൽ ഫീൽഡാണ്. പക്ഷേ ഈ PGA ഒരു ഭയങ്കര സ്ട്രെങ്ത്, ഈ സ്റ്റിഫ്നെസ് ഉണ്ട് ഇതിന് നന്നായിട്ട്. അങ്ങനെ സ്റ്റിഫ്നെസ് ഉണ്ടായത് കാരണം അത്ര ഈസി ആയിട്ട് അത് സ്യൂച്ചറിങ്ങിന് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ PGAക്ക് പകരം ഈ ഗ്ലൈക്കോളിക് ലിങ്കേജ് പോളി കണ്ടൻസേഷൻ പോളിമറൈസ് ചെയ്യും. മറ്റു മോണോമേഴ്സൊക്കെ ആയിട്ട് പോളിമറൈസ് ചെയ്തിട്ട് പുതിയ നല്ല കുറച്ചുകൂടി ഇതിനേക്കാൾ ബെറ്റർ പ്രോപ്പർട്ടീസ് ഉള്ള ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് മെമ്പർ PGA, polyglycolic acid PGA. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ ആൻഡ് ആപ്ലിക്കേഷൻസ്. Another biodegradable polymer is
polylactic acid or polylactate under the name PLA. So the monomer is lactate. Actually it polymerizes from lactide monomer. ഇതാണ് ലാക്ടൈഡ്. നമ്മൾ ഇവിടെ ഗ്ലൈക്കോളൈഡ് എന്ന് പറഞ്ഞപ്പോൾ നോക്കൂ, ഇവിടെ CH2COO ആണ് അല്ലേ. അതിൽ ആ CH2ലെ ഒരു H മാറ്റിയിട്ട് അവിടെ CH3 ഗ്രൂപ്പ് വരുന്നു, അതാണ് ലാക്ടൈഡ്. സോ വാട്ട് ഈസ് ലാക്റ്റിക് ആസിഡ്? ഗ്ലൈക്കോളിക് ആസിഡ് ഈസ് CH2OH ആണ്. അതിൽ H മാറ്റിയിട്ട് അവിടെ CH3 വരുന്നതാണ് ലാക്റ്റിക് ആസിഡ്. ദിസ് ഇസ് ലാക്റ്റിക് ആസിഡ്. CH3 CHOH COH അങ്ങനെ രണ്ട് ലാക്റ്റിക് ആസിഡ് ഡൈമറൈസ് ചെയ്യും. Thermal dimerization leads to the formation of lactide. So this is the structure of lactide. Lactide polymerizes catalytically to form PLA, polylactic acid. ഇവിടെ വെച്ച് നമ്മൾ ക്ലീവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് വരും? O CHCH3 COO CHCH3 CO n times, that is PLA, polylactic acid. And it is used as an adsorbable suture for surgery, and when it is used for suturing purpose, it will degrade within 6 months or in 2 years, and it's also used for medical implant like clips, screws, plates and rods, and also used as a packaging material. Materials pack ചെയ്യാനുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ PLA യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ക്യാൻ ബി മോൾഡഡ് ഇൻ ടു ഡിസൈർഡ് ഷേപ്പ്, ബാഗ്സ്, കപ്സ് ആൻഡ് ഡിസ്പോസിബിൾ ടേബിൾ വെയേഴ്സ്. It also used in the feminine hygiene products, diapers, അതിലൊക്കെ നമ്മൾ പോളിലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. സോ അത് തനിയെ ഡീഗ്രേഡ് ചെയ്തിട്ട് ലാക്റ്റിക് ആസിഡായിട്ട് മാറും. പോളിലാക്റ്റിക് ആസിഡ് മോണോമർ ലാക്ടൈഡ്, that is produced by the dimerization of lactic acid. The last member of the biodegradable polymer is betahydroxybutyrate co-hydroxyvalerate, comes under the name PHBV, polybetahydroxybutyrate co-hydroxyvalerate. It is an aliphatic polyester. Ester linkage ആണുള്ളത്. Ester linkage means COO linkage. നമ്മൾ ഓൾറെഡി പറഞ്ഞു, CO linkage ആകുമ്പോഴാണ് ഹൈഡ്രോളിസിസ്, ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ പോസിബിൾ ആയിട്ടുള്ളത് അല്ലേ. And the monomer units are 3-hydroxypentanoic acid. നോക്കൂ, pentanoic acid 1 2 3 4 5 pentanoic acid, in which the third position 1 2 3 ഇങ്ങനെ വേണം നമ്പർ ചെയ്യാനേ. 1 2 3 3-hydroxypentanoic acid and 3-hydroxybutanoic acid. ഇവിടെ CH2 CH3 എന്നുള്ള നമ്പർ, ഇവിടെ CH3. അപ്പോൾ 1 2 3 4 3-hydroxybutanoic acid. Pentanoic acidum butanoic acidum polymerizes with elimination of water. വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യാണ്. നോക്കൂ, ഇവിടുത്തെ OHലെ H പോവും, അപ്പോൾ ഇവിടെ O ആയി. CH2 CH3 CH2 C, ഇത് COO, then ഇവിടുത്തെ O CH3 CH2, ഇത് CO. അപ്പോൾ OHൻ്റെ Oയും COOHൽ COയും ഇങ്ങനെ നിൽക്കും. അങ്ങനെ പോളിമറൈസ് ചെയ്തിട്ട് വി ഹാവ് PHB, betahydroxybutyrate co-hydroxyvalerate. ദെൻ ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ, ഇവിടെ ബ്യൂട്ടനോയിക് ആസിഡ് തന്നെയാണ് ഫിഗറിൽ വരച്ചിരിക്കുന്നത്. CH3 എന്നാണ്, അത് മാറ്റിയിട്ട് CH2 CH3 ആക്കണം കേട്ടോ. ദെൻ വാലറേറ്റ് എന്ന് വരാനുള്ള കാരണം, പെൻറ്റനോയിക് ആസിഡിനെ വാലറിക് ആസിഡ് എന്ന് പറയും. നോർമൽ പെൻറ്റനോയിക് ആസിഡിനെ നമ്മൾ വാലറിക് ആസിഡ് എന്ന് പറയും. അതിൻ്റെ ഹൈഡ്രോക്സി വാലറേറ്റ്, അതുകൊണ്ടാണ് ഇതിനെ വാലറേറ്റ് എന്ന് പറയുന്നത്. വാലറിക് ആസിഡിൽ തേർഡ് പൊസിഷനിൽ ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ മോണോമേഴ്സ് ആർ 3-hydroxypentanoic acid and 3-hydroxybutanoic acid that condenses to form polyester PHBV, and it was first synthesized in 1983 and comes under the name Biopol എന്ന നെയിമിലാണ്, ട്രേഡ് നെയിമിലാണ് ഇത് അറിഞ്ഞിരുന്നത്. And it will undergo bacterial degradation to carbon dioxide and water. ഇത് ഡീഗ്രേഡ് ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടുന്ന പ്രോഡക്റ്റ് കാർബൺ ഡയോക്സൈഡും വാട്ടറും ആയിരിക്കും. ആൻഡ് ദ ഡീഗ്രഡേഷൻ പ്രോസസ് ഈസ് വെരി സ്ലോ ആൻഡ് ഇറ്റ് ടേക്സ് മന്ത്സ് ഫോർ ദ കംപ്ലീറ്റ് ഡീഗ്രഡേഷൻ. ആൻഡ് സോ ഇറ്റ് ഈസ് ഫൈൻ ഫോർ അപ്ലിക്കേഷൻ ഇൻ ബയോമെഡിക്കൽ ഫീൽഡ്. And PHBV is brittle and have low impact resistance.
It is find application medical implants and orthopedic applications. It's also used for the controlled release of drugs release ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. And also find application in packaging films, bottles, etc. So that is PHBB. So in this section we deal with the that is biodegradable polymers that are degraded by microorganism and enzyme. There is natural and synthetic, and it was found that natural contains some ester groups. So the synthetic polymers are developed with ester and hydride linkages. And the first member, polyglycolic acid, that is PGA, then polylactic acid, PLA. Lactic acid is the monomer, then condenses to form lactate, here glycolide. Then the last member, PHBV, polyhydroxybutyrate cohydroxyvalerate.